മധ്യപൂർവേഷ്യ യുദ്ധ കലുഷിതമായി തന്നെ തുടരുകയാണ്. ഇറാൻ ആണവ കേന്ദ്രമായ നഥാൻസിലും ഇസ്ഫഹാൻ ആണവ കേന്ദ്രത്തിന് സമീപത്തും സ്ഫോടനങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. US ഇസ്രായേൽ ആക്രമണത്തിൽ പരിക്കേറ്റ ആയത്തുല്ല അലി ഖമനയുടെ ഭാര്യയും കൊല്ലപ്പെട്ടു. അവർ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു. അവർ മരിച്ചു എന്ന വാർത്തയാണ് കഴിഞ്ഞ മണിക്കൂറുകൾക്ക് മുമ്പ് പുറത്തുവന്നത്. ഇറാനിൽ മരണസംഖ്യ നിലവിൽ 555 കടന്നു എന്ന വാർത്ത കൂടിയുണ്ട്. ചില ദൃശ്യങ്ങളിലേക്ക് വളരെ പെട്ടെന്ന്. اینجا مسکونیه این وضعیته 2 تا آپارتمانه رفته این دکل رو شبکه 2 رو بزنه بیمارستان و کامل ഇസ്രായേൽ സൈന്യത്തിന്റെ ആശയവിനിമയ കേന്ദ്രം ആക്രമിച്ചുവെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. റവല്യൂഷണറി ഗാർഡ് ജനറൽ മാജിദ് എബ്നെൽ റേസ താൽക്കാലിക പ്രതിരോധ മന്ത്രിയായി അവിടെ നിയമിതനായിട്ടുണ്ട് എന്ന വാർത്ത കൂടി നേരത്തെ പുറത്തുവന്നു. അതേസമയം ഇറാന് മുന്നറിയിപ്പുമായി അമേരിക്ക വീണ്ടും രംഗത്തെത്തി. ഇറാന്റെ സൈനിക ശക്തി ഇല്ലാതാക്കും എന്ന് US പ്രതിരോധ സെക്രട്ടറി വ്യക്തമാക്കി. President Donald J. Trump, the Department of War launched Operation Epic Fury, the most lethal, most complex, and most precise aerial operation in history. For 47 long years, the expansionist and Islamist regime in Tehran has waged a savage, one-sided war against America. They didn't always declare it openly, except for their constant chants of death to America. They did it through the blood of our people. Car bombs in Beirut, rocket attacks on our ships, murders at our embassies, roadside bombs in Iraq and Afghanistan, funded and armed by Iranian Quds Force and IRGC killers. ഒമാൻ തീരത്ത് എണ്ണ ടാങ്കറിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. ലെബനനിലെ ബെയ്റൂത്തിൽ വൻ സ്ഫോടനമുണ്ടായി. അതിന്റെ കൂടി ദൃശ്യങ്ങളിലേക്ക്. ബെയ്റൂത്തിലെ സ്ഫോടനത്തിന്റെ ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ആ രീതിയിൽ ആ മേഖലയിലാകെ തന്നെ അശാന്തി നിഴലിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.